ഹായ്, ഞാൻ വിഷ്ണുജിത്ത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വർക്ക് പ്ലേസിൽ നിന്നും മന്തിയിലുള്ള ഔട്ടിങ്ങിൻ്റെ ഭാഗമായി ഇത്തവണ മൊസണ്ടം ടൂർ പാക്കേജാണ് ഉണ്ടായിരുന്നത്. 30 പേരടങ്ങുന്ന ഒരു ടീമായിരുന്നു യാത്രയിലുണ്ടായിരുന്നത്. അതിൽ നമ്മൾ കുറച്ച് മലയാളികളും അതിൻ്റെ ഭാഗമായി. ഏകദേശം 9:30 കൂടി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. നമുക്കിതിലൊരു എഫേർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാം HR ടീമായിരുന്നു നോക്കിയിരുന്നത്. നമുക്ക് ആകെ ഒരു 80 ദിർഹംസോ മറ്റോ ഇതിന് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതുമാത്രമാണ് നമ്മളെ കയ്യിൽ നിന്ന് പോയത്. ആദ്യമൊക്കെ എല്ലാവരും പുറത്തെ കാഴ്ചകൾ കണ്ട് നടന്നെങ്കിലും പിന്നീടത് പതിയെ ഡാൻസിലേക്ക് മാറി, സ്റ്റെപ്പുകൾ ഇടാൻ തുടങ്ങിയ ആൾക്കാർ. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് യാത്ര തുടർന്നത്. താമസിയാതെ ഞങ്ങൾ ഒമാൻ്റെ ബോർഡറിലെത്തി. അവിടെ എത്തിയപ്പോൾ പാട്ട് ഡാൻസൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അവിടെ വെരിഫിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം വന്ന് വണ്ടിയൊക്കെ ചെക്ക് ചെയ്തു, പാസ്പോർട്ട് ചെക്ക് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ യാത്ര തുടർന്നു. ഒടുവിൽ ബസ് സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഹാർബറിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. ആദ്യം കണ്ടപ്പോൾ നമ്മളൊന്ന് പേടിച്ചു പോയി. ഇതാണ് ബോട്ടെന്ന് വിചാരിച്ചു. പിന്നീട് മനസ്സിലായി ശരിക്കുള്ള ബോട്ടിലേക്ക് ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകാനാണ് ഈ ബോട്ട്. എല്ലാവരും ഒരു ബോട്ടിൽ പോകാത്തതുകൊണ്ട് 2 ബോട്ടുകളിലായിട്ടാണ് നമ്മളിവിടുന്ന് നമ്മളെ ശരിക്കുള്ള ബോട്ടിലേക്ക് യാത്ര തുടർന്നത്. ഈ പാക്കേജിൽ നമുക്ക് ഫിഷിങ്ങും ബനാന റൈഡും സ്പീഡ് ബോട്ടും കൂടി ഉണ്ടായിരുന്നു. സ്പീഡ് ബോട്ട് നമ്മൾ ബോട്ടിൻ്റെ പിറകിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഫിഷിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫുഡായെന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു. അത്യാവശ്യം നോൺ വെജും വെജുമായിട്ട് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമുണ്ടായില്ല എന്ന് പറയാം. അവിടുത്തെ കുന്നുകളൊക്കെ ഒരു പ്രത്യേക തരമായിരുന്നു. നാച്ചുറലായിട്ടുണ്ടായതാണ്. ചേടിക്കല്ല് പോലത്തെ. സ്പീഡ് ബോട്ട് എന്നൊക്കെ പറഞ്ഞത്, പക്ഷേ അതിന് മാത്രം സ്പീഡൊന്നും ആ ബോട്ട് ഉണ്ടായിരുന്നില്ല. അവിടെ വെള്ളത്തിൽ കുളിക്കേണ്ടവർക്ക് കുളിക്കാം. കയാക്കിംഗ് ഉണ്ടായിരുന്നു. ബനാന റൈഡിൻ്റെ ഇതുണ്ടായിരുന്നു. വരുന്ന വഴി കുറച്ചു നേരം ബോട്ടൊന്ന് ഓടിക്കാൻ തരുമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു എടുത്തു വന്നു. അങ്ങനെ കുറച്ചു നേരം ഷെയറിങ്ങിൽ പിടിച്ച് തിരിച്ചു. ഇത് പിന്നെ റോഡില്ലാത്തതുകൊണ്ട് എവിടെയും തട്ടയും മുട്ടയും ചെയ്യാത്തതുകൊണ്ട് എങ്ങനെ വേണമെങ്കിൽ പോകാമല്ലോ. റിട്ടേൺ ഒരു 7 മണിയോടുകൂടി എത്തേണ്ടതിനാൽ നമ്മൾ അവിടെ നിന്ന് മടങ്ങി. ഈ പാക്കേജ് അത്യാവശ്യം എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാജ്യം മാറില്ല.
ഒടുവിൽ നമ്മൾ പുറപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തി. ഇവിടുന്ന് നമ്മൾ തിരിച്ച് അക്കോമഡേഷനിലേക്ക് മടങ്ങി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.